മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബിയുടെ മുന്നിലേക്ക് ഒരു അറാബിയായ മനുഷ്യന് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് സദഖ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് തലകുനിച്ച് നിൽക്കുകയാണ്. കാരണം വീടിന്റെ അകത്തൊന്നുമില്ല, വീടിന്റെ അകത്തൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, മനുഷ്യ, എന്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോ, എന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോ. ആ മനുഷ്യനതാ മുത്തുനബി പറഞ്ഞു വിട്ടതാണല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ ചെന്നു. അവിടുന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, നിന്റെ വാപ്പ പറഞ്ഞു വിട്ടതാണ് ഫാത്തിമ. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പച്ചവെള്ളവും കാരക്കയും തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു. അതും തീർന്നുപോയി ഫാത്തിമ. എനിക്കാണെങ്കിൽ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ല ഫാത്തിമ. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കയറിയിട്ട് തിരയുന്നു, റബ്ബേ, ഈ മനുഷ്യന് കഴിക്കാൻ കൊടുക്കാൻ ഭക്ഷണമുണ്ടോ? വീട് മുഴുവനും തെരഞ്ഞു നോക്കി, കൊടുക്കാൻ ഭക്ഷണമില്ല. പടച്ചവനേ, എന്തെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. നോക്കുമ്പോ 5 നയാ പൈസ കയ്യിലില്ല. അല്ലാഹുവേ, എന്തെങ്കിലും കൊടുക്കണമല്ലോ. വെറും കയ്യോടെ ഈ മനുഷ്യനെ പറഞ്ഞു വിടാൻ കഴിയില്ലല്ലോ. വാപ്പ പറഞ്ഞു വിട്ടതാണല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീട് മുഴുവനും മരിച്ചു പറക്കി, വീട് മുഴുവനും മരിച്ചു പറക്കി. കൊടുക്കാനൊന്നുമില്ല. അവസാനം നോക്കുമ്പോ തന്റെ പൊന്നാര മക്കളൊരു പുതപ്പിന്റെ മുകളിൽ കിടക്കുകയാ. തന്റെ പൊന്നാര മക്കള് അതാ ഒരു സൈഡ് തറയിൽ വിരിക്കും, മറു സൈഡ് കൊണ്ടാണ് ഹസനും ഹുസൈനും പുതച്ച് കിടക്കുന്നത്. തന്റെ മക്കള് പുതച്ച് കിടക്കുന്ന പുതപ്പ് കണ്ടു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ഉറങ്ങുന്ന മക്കളെ എടുത്ത് താഴെ കിടത്തിയിട്ട് ആ പുതപ്പെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഫാത്തിമ, പുതപ്പല്ല വേണ്ടത്, പട്ടിണിയാണ് ഫാത്തിമ. എനിക്ക് വിശക്കുന്നു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാണ് ഫാത്തിമ. നിന്റെ കവള് പോലെയാ നിന്റെ ഉപ്പയുടെ കവളിരിക്കുന്നത്. നിന്റെ കണ്ണു പോലെയാ നിന്റെ ഉപ്പയുടെ കണ്ണിരിക്കുന്നത്. നീ വരുന്നത് കണ്ടാ മുത്തുനബി വരുന്നത് പോലെയാണ് ഫാത്തിമ. എനിക്കെന്തെങ്കിലും താ ഫാത്തിമ. പ്രായമുള്ള മനുഷ്യൻ വീടിന്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കയറി സർവ്വതും തിരഞ്ഞു നോക്കി. ഒന്നും കൊടുക്കാനില്ല. വീടിന്റെ അകത്തിരുന്ന് കരയുന്നു, അല്ലാഹുവേ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടിയിട്ട് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ. എന്താണ് കൊടുക്കുന്നത്? ഫാത്തിമ ബീബി വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. പെട്ടെന്നാണ് എന്തോ ഓർമ്മ വന്നു. ഫാത്തിമ ബീബി എഴുന്നേറ്റ് ഓടുകയാണ്. ഫാത്തിമ ബീബി എഴുന്നേറ്റ് ഓടുകയാണ്. തന്റെ തുണിയെല്ലാം അടുക്കി വെച്ചിരുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നു. തുണികളെല്ലാം എടുത്തു മാറ്റി. അതിനകത്തൊരു ചെറിയ പെട്ടി. അല്ലാഹുവേ, പെട്ടിയെടുക്കുമ്പോഴേ ഫാത്തിമയുടെ കണ്ണ് നിറയുകയാ. പെട്ടിയെടുക്കുമ്പോഴേ ഫാത്തിമ കരയാൻ തുടങ്ങി. ആ പെട്ടിയൊന്ന് തുറക്കുമ്പോ ഒരു ചെറിയ മുത്തുമാലയാ.
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ മാലയെടുത്തങ്ങ് ചുംബിക്കുകയാണ്, തന്റെ മുഖത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആ മാലയിൽ ഇങ്ങനെ ചുംബനം കൊടുത്തു. എന്നിട്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ആകെ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ആകെ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അല്ലാഹുവേ, ഇതുകൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കോ. ആ മനുഷ്യന്റെ കയ്യിലേക്ക് സദാ ഒരു ചെറിയ മുത്തുമാല എങ്ങ് വെച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മിണ്ടിയില്ല. വീടിന്റെ അകത്തേക്ക് ഓടിക്കേറി. ആ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. പുതയ്ക്കാൻ പുതപ്പ് കെട്ടി, ഒരു ചെറിയ മുത്തുമാല കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. എനിക്ക് പുതയ്ക്കാൻ പുതപ്പ് തന്നു, എനിക്ക് സ്വർണമാല തന്നു നബിയേ, എനിക്ക് സ്വർണത്തിന്റെ മാല തന്നു നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ്, എനിക്ക് ഈ മാല തരുമ്പോ ഫാത്തിമ വല്ലാതെ കരഞ്ഞു നബിയേ, അങ്ങയുടെ പൊന്നുമോള് വല്ലാതെ കരഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മനുഷ്യ, എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുമോ? എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുമോ? ആ മനുഷ്യൻ ആ മാല ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആ മാല കണ്ടപ്പോ എന്തിനാ നബിയേ കരയുന്നത്? സഹാബാ, അതാരുടെ മാലയെന്നറിയോ? എന്റെ ഖദീജയുടെ മാലയാ, എന്റെ ഖദീജയുടെ കഴുത്തിൽ കിടന്ന മാലയാ. ആ മാല ഖദീജ ബീവിയുടെ കഴുത്തിൽ കിടന്ന മാലയാ. അത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, റബ്ബേ, എന്റെ പൊന്നുമോളത്ര കരഞ്ഞിട്ടുണ്ടാകും. എന്റെ പൊന്നുമോൾ ഈ മാല ഊരിക്കൊടുത്തപ്പോ എത്ര വേദനിച്ചിട്ടുണ്ടാകും. ഈ മാല ഏതെന്നറിയോ? അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഊരിക്കൊടുത്ത ഈ മാലയുണ്ടല്ലോ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഖദീജ ബീബി ഫാത്തിമ എന്ന പൊന്നുമോള് അടുത്ത് വിളിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മാനോട് ദേഷ്യം കാണിക്കല്ലേ. എന്റെ പൊന്നുമോളുടെ ശരീരം മുഴുവനും സ്വർണം ഇട്ട് തരണമെന്ന് ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മാടെ കയ്യിലൊന്നുമില്ല, ഉമ്മാടെ കയ്യിലൊന്നുമില്ല. ഉള്ളതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു മോളെ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു. ഇനി ഉമ്മാടെ കയ്യിലാകെയുള്ളത് ഈ മുത്തുമാലയാ. തന്റെ കഴുത്തിൽ കിടന്ന് മരിക്കാൻ കിടന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മുത്തുമാല എടുത്തിട്ട് ഫാത്തിമ എന്ന ചെറിയ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഇത് സൂക്ഷിച്ചു വെക്കണേ മോളെ, എന്നെ ഓർമ്മ വരുമ്പോ നീ ഇതെടുത്താ മതി. നിനക്ക് മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാകുമ്പോ ഈ മാല എടുത്തു വെച്ച് ചുംബിച്ചാ മതി ഫാത്തിമ. മരിക്കാൻ സമയത്ത് കൊടുത്ത മാലയാ, മരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് ഉമ്മ കൊടുത്ത മാലയാണ്. പെങ്ങളെ, എത്രയോ ദിവസം പട്ടിണി കിടന്നു മോളെ, തിന്നാൻ ഭക്ഷണമില്ലാതെ, തിന്നാൻ ഭക്ഷണമില്ലാതെ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും രണ്ടു മക്കളും പട്ടിണി കിടന്നു. ചരിത്രം പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ
തന്റെ പൊന്നാര മക്കള് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. മുത്തുനബി പറഞ്ഞു, ഫാത്തിമ പാല് കൊടുക്ക്. മുത്തുനബി പറഞ്ഞു, പാല് കൊടുക്കൂ ഫാത്തിമ. അള്ളാന്റെ റസൂല് പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ ഹസൻ കിടന്ന് കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ മക്കള് കിടന്ന് കരയുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി വിളിച്ചു, ഫാത്തിമ പാല് കൊടുക്കുമോളെ മക്കൾക്ക്. അള്ളാന്റെ റസൂല് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോഴും വീടിന്റെ അകത്ത് കരച്ചലാണ്. അള്ളാന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, ഭക്ഷണം കൊടുക്ക്. 3 പ്രാവശ്യം പറഞ്ഞിട്ടും കരച്ചല് തീരാതെ വന്നപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മുത്തുനബിക്ക് ദേഷ്യം വന്നു. ഫാത്തിമ ബീവിയുടെ വീടിന്റെ അകത്ത് പോയിട്ട് ചോദിച്ചു, നിനക്ക് കരുണയില്ലേ ഫാത്തിമ? നൊന്തു പ്രസവിച്ച മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ നീ അവർക്ക് പാല് കൊടുക്കുന്നില്ലല്ലോ. അള്ളാന്റെ റസൂല് വഴക്കു പറഞ്ഞപ്പോ ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, കരയാൻ തുടങ്ങി. തല ഇങ്ങനെ മുട്ടിലേക്ക് താഴ്ത്തി വെച്ചിട്ട് ഏങ്ങി ഏങ്ങി കരയുന്നത് കണ്ടപ്പോ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്റെ ഫാത്തിമ എന്ന് പറഞ്ഞ മുത്തുനബി തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? നീ എന്തേ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? വാപ്പാ, എന്റെ മക്കൾക്ക് പാല് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി, ആഴ്ചകളായി എന്റെ മക്കൾക്ക് പാല് കൊടുക്കാൻ മാറിടമെടുത്ത് വായിൽ വെച്ചു കൊടുത്തപ്പോ എന്റെ മക്കള് പാല് ചൊരത്തിയപ്പോ എന്റെ മാറിടത്തിലെ പാല് വറ്റിയിട്ട് രക്തം വരുന്നു. അപ്പാ, ഒരു പെണ്ണു പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലെ പാല് വറ്റിയിട്ട് രക്തം വരുന്ന രീതിയിൽ ആ കുടുംബം പട്ടിണി കിടന്നപ്പോഴും ഈ മാല വീടിന്റെ അകത്തുണ്ട്. ഉമ്മ മരിക്കുന്ന സമയത്ത് കൊടുത്ത മാലയാ. ഇതുപോലെ മാറിടത്തിലൂടെ രക്തം ഒലിപ്പിച്ച് കണ്ട് കിടക്കുമ്പോഴും ഈ മാല വീടിന്റെ അകത്തുണ്ട്. ഫാത്തിമ എടുക്കാതെ വെച്ച മാലയാണ്. പക്ഷേ ഒരു പാവപ്പെട്ടവൻ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയപ്പോ ഉമ്മ തന്ന മാലയ്ക്ക് അവിടെ വിലയില്ല. ഉമ്മ തന്ന മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്ന മാലയല്ല. അള്ളാന്റെ സ്വർഗം എനിക്ക് വേണമല്ലോ, റബ്ബിന്റെ സ്വർഗം എനിക്ക് വേണമല്ലോ. ആ സമയത്താണ് ഫാത്തിമ ഊരിക്കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ